2026 ഒരു പ്രധാന ചോദ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് പിണറായി മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യമാണ്. LDF വരുമോ എന്നുള്ള ചോദ്യമല്ല, CPM അധികാരത്തിൽ വരുമോ എന്നുള്ളതുമല്ല. പിണറായി വിജയൻ മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം 2016 മുതൽ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനവിരുദ്ധമായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് ജനങ്ങളെ ഈ ചോദ്യത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോൾ കേരളത്തിൽ BJP എത്ര സ്പേസ് പിടിക്കുന്നു എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രധാന ചോദ്യം. പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ്. ഈ ചോദ്യമൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, സർക്കാർ ജീവനക്കാരെ പ്രീതിപ്പെടുത്തൽ, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 5 വർഷം കൂടുമ്പോൾ എല്ലാ മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് പിണറായി വിജയനും ആവർത്തിച്ചിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ടു മുമ്പായി കോവിഡ് സമയത്ത് പോലും ശമ്പള കമ്മീഷൻ വെച്ച് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം വരുത്തിയ പിണറായി വിജയനാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഈ അവസരത്തിലും ഇത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഘടകകക്ഷികൾക്ക് അദ്ദേഹം ഒരു മുന്നറിയിപ്പും കൊടുത്തു. മറ്റൊന്നുമല്ല, മൂന്നാം വട്ടവും നമ്മൾ തന്നെ അധികാരത്തിൽ വരും എന്ന്. ഘടകകക്ഷികൾക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കാരണം, ഈ കുറെ നാളുകളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിട്ട് UDF പോകുമെന്നുള്ള ഒരു വർത്തമാനവും വാർത്തയും ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. CPI എന്ന് പറയുന്ന ഘടകകക്ഷിയാണ് പ്രധാനി. പക്ഷെ CPI പോകില്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര പിണക്കവും ഒരസലും ഒക്കെ ഉണ്ടായാൽ പോലും CPI LDF തന്നെ തുടരും. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി തന്നെയാണ്. പിന്നെ ഉള്ളതൊക്കെ ഒറ്റയാൾ പട്ടാളവും അല്ലെങ്കിൽ രണ്ടാൾ പട്ടാളവും ഒക്കെ ആയിട്ട് മാത്രം നിൽക്കുന്നതാണ്. അവരുടെ ഘടകകക്ഷികളെയൊക്കെ തന്നെ ചിലപ്പോൾ സീറ്റ് പിടിച്ചു വാങ്ങാനും CPM തയ്യാറെടുക്കുന്നുണ്ട്. അല്ലാതെ അവരെയും കൊണ്ടൊന്നും മുമ്പോട്ട് പോകില്ല, ചിലർക്ക് സീറ്റ് കൊടുക്കുകയുമില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം നിൽക്കുന്നത് കൊണ്ടാണ് ഘടകകക്ഷിക്ക് പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിട്ട് പോലും മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പിന്നെ ഒരു സംശയമുണ്ട്. പിണറായി വിജയൻ മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ? എന്തിന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദന് പോലും സംശയം ബാക്കി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് BJPയുടെ പ്രധാനമായിട്ടും ഭരണകാര്യങ്ങളുടെ ഒരു ബ്രെയിനായിട്ട് നിൽക്കുന്ന സംഘടന തന്നെയാണ് RSS. RSS ഒരു രഹസ്യ സർവേ നടത്തിയിരിക്കുകയാണ്. RSS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എല്ലാ തരത്തിലും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ, ഒരു സംഘടനാ സ്വഭാവം പുലർത്തുന്ന, എല്ലാ തരത്തിലും അതിൻ്റെ ചിട്ടകളും മര്യാദകളും പാലിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന നടത്തുന്ന സർവേയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഉള്ള ഒരു സർവേ ആയിരിക്കത്തില്ല. അത് വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ പഠനം നടത്തിക്കൊണ്ടുള്ള സർവേയാണ്. ആ സർവേയുടെ പ്രധാനമായിട്ട് അവർ കണ്ടിരിക്കുന്ന കാര്യം, പിണറായി വിജയൻ മൂന്നാം വട്ടവും, അതായത് LDF മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അവർ സർവേ നടത്തിയത്. സർവേയിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യം, പിണറായി വിജയൻ നയിക്കുന്ന മുന്നണി ഏതാണ്ടൊരു 75-80 സീറ്റ് വരെ പിടിച്ച് മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നാണ്. RSSന്റെ ഒരു സർവേ തള്ളിക്കളയാൻ പറ്റില്ല. മറ്റുള്ളവർ നടത്തുന്ന വെറും ഹിപ്പോക്രാറ്റായിട്ടുള്ള സർവേകളൊന്നും അല്ല, വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു സർവേ അല്ല RSSൽ നിന്നുണ്ടായിരിക്കുന്നത്. RSS അങ്ങനെ അത്തരത്തിലുള്ള സർവേകളിലേക്കൊന്നും പോകാറില്ല. BJPയോട് ചോദിച്ചിട്ടോ BJP അറിയാതെ പോലുമാണ് അവർ ഈ സർവേ നടത്തിയിരിക്കുന്നത്. എന്നിട്ട്
അതിനനുസരിച്ചുള്ള നിർദ്ദേശം BJPക്ക് RSS നൽകുകയും ചെയ്യും. ഏത് തരത്തിൽ എവിടെയെല്ലാം തിരുത്തൽ വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി BJPയും കണക്കിലെടുക്കുമെന്നുള്ളതാണ് ഇതുവരെ BJPയും RSSും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ BJP എങ്ങനെ വന്നാലും ഒരു 10 സീറ്റ് 26-ൽ നേടണം എന്നാണ് കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ വിജയിച്ചു കഴിഞ്ഞാൽ 2031 അധികാരത്തിൽ എത്തണം എന്നുള്ളത് തന്നെയാണ്. 31 അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അമിത്ഷായുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് വൈകിപ്പോയി. 26-ൽ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ട് പോയത്. അതും നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ 10 സീറ്റ് പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു സർവേ പിണറായി വിജയന്റെ 3ാം വട്ട വരവിന് 75 മുതൽ 80 സീറ്റ് വരെ നേടും എന്നുള്ള തരത്തിലാണ്. അത് ആ സർവേയുടെ ആധികാരികത നമ്മൾ നോക്കണം. അവരിതിനകത്ത് വേണ്ട തരത്തിലുള്ള പഠനം നടത്തിക്കൊണ്ടാണ് സർവേ നടത്തിയിരിക്കുന്നത്. പല കാലങ്ങളിലും പല സമയങ്ങളിലും ഒക്കെ തന്നെ എല്ലാ മുന്നണികളും അവരവരുടെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്താറുണ്ട്. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ അടിസ്ഥാനത്തിൽ സർവേ നടക്കാറുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് അത്തരത്തിലുള്ള സർവേകളിലേക്ക് പോകുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ അതല്ല. ഈ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ 75 മുതൽ 80 വരെ എങ്ങനെ നേടുന്നു എന്ന് ചോദിച്ചാൽ BJP കേരളത്തിൽ നിർണായക ശക്തിയാണല്ലോ. ആ നിർണായക ശക്തിയായിട്ടിരിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും BJP ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയും LDFന്റെ ഭാഗത്ത് നിന്നും ശക്തരായ സ്ഥാനാർത്ഥികളും വന്നു കഴിയുമ്പോൾ അവിടെ ഒരു അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ ത്രികോണ മത്സരത്തിൽ UDFന് പരാജയം സംഭവിക്കും. കാരണം UDFന്റെ വോട്ടുകൾ മുഴുവൻ ചോർച്ച ഉണ്ടാകുന്നത് അത് BJPയിലേക്കാണ്. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് മുഴുവൻ 2 ഇടത്തിലേക്കും മാറിപ്പോവുകയും ചെയ്യുന്നുള്ളതാണ്. അതിശക്തമായ ത്രികോണ മത്സരമാണ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഈ BJPയും കേരളത്തിലെ CPMും തമ്മിലെ അന്തർധാര നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഉണ്ടാകാം. ചില ഇടങ്ങളിൽ അത് നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഉന്മൂലനം ചെയ്യണം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് 2014 മുതൽ BJPയിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം. അത് 2025 എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുക്തമാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉന്മൂലനം ഉണ്ടാകും. അത് CPMും BJPയുടെയും ഒരു അന്തർധാരയിലൂടെ തന്നെ ആയിരിക്കും ഇവർക്ക് ഈ കോൺഗ്രസിന്റെ ഉന്മൂലനം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും RSSന്റെ സർവേ നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഈ 26-ല് 75-നോ 80-നോ ഇടയ്ക്ക് സീറ്റുകളുമായിട്ട് 3ാം വട്ടം അധികാരത്തിൽ വരുന്നു. BJP ഒരു 10 സീറ്റ് അല്ലെങ്കിൽ 12 സീറ്റുമായിട്ട് കേരള നിയമസഭയിലും വന്നു കഴിയുമ്പോൾ പിന്നീട് ചിത്രം അങ്ങോട്ട് മാറാൻ തുടങ്ങുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.